വന്നതായ ഒരു വാർത്തയുണ്ട്. ഒരു യുവ ഡോക്ടർ പിടിയിലായി. വാത്സല്യ മാതാപിതാക്കൾ വളരെ വാത്സല്യത്തോടുകൂടെ സ്നേഹിച്ച് മെഡിക്കൽ ഫീൽഡിലേക്ക് ഒരു ഡോക്ടറായി അയക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ 1,00,000 രൂപയിലധികം വരുന്ന ഇന്ത്യം എന്നറിയപ്പെടുന്ന മാരകമായ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുവാനിടയായിത്തീർന്നു. കഴിഞ്ഞിടയ്ക്ക് വന്ന മറ്റൊരു വാർത്തയുണ്ട്. ചങ്ങനാശ്ശേരിക്കാരി ഒരു പെൺകുട്ടി നഴ്സിംഗ് പഠിക്കുവാൻ ബാംഗ്ലൂരിലേക്ക് കടന്നുപോയതാണ്. എന്നാൽ ഇന്ത്യം എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് അവിടെ കൈവശം വെച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്യുവാനിടയായിത്തീർന്നു. മക്കളുടെ ശുഭഭാവിക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടുകൂടെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടവരെ നഴ്സിംഗിനും മറ്റ് ഹയർ സ്റ്റഡിക്ക് വേണ്ടിയൊക്കെ മാതാപിതാക്കൾ പറഞ്ഞയക്കുമ്പോൾ അവരുടെ ശുഭപ്രതീക്ഷകളെ തകർത്തുകൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ പോയാൽ ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നാം തിരിച്ചറിയണം. ഒരിക്കലും മയക്കുമരുന്നോ മദ്യമോ ഒന്നും മനുഷ്യന് ഒരു സമാധാനവും തരികയില്ല. ഒരു കാര്യം നാം ആഴമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണഭംഗുരമാണ്. നാളെയെ കുറിച്ച് നമുക്ക് പറയുവാൻ പറ്റത്തില്ല. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ കാണുന്നുണ്ട്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മൃഗമൊരിക്കലും മനുഷ്യന്റെ സ്വഭാവം കാണിക്കാറില്ല. പക്ഷെ മനുഷ്യൻ പലപ്പോഴും മൃഗീയമായ സ്വഭാവത്തിലേക്ക് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതെന്തെന്ന് ചോദിച്ചാൽ, ജനിപ്പിച്ച അപ്പൻ പോലും മക്കളെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടം. മാത്രമല്ല, മൃഗീയമായ സ്വഭാവത്തിന് മനുഷ്യന് വിവേകഹീനനായി, വിവേകം നഷ്ടപ്പെട്ടവനായി, മൃഗതുല്യമായി അവൻ ചെയ്തു കൂട്ടുന്ന ചേഷ്ടകൾ ഇന്ന് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ നാം പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, മനുഷ്യന്റെ മേൽ കുടിയിരിക്കുന്ന പാപത്തിന്റെ പ്രവണതകളാണ്. പാപം ഭീകരമായ ഒരു സത്യമാണ്. അത് മനുഷ്യനെ കാർന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. മരണം ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയായി ഏത് മനുഷ്യനെയും എപ്പോൾ വേണമെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുവാൻ കഴിയും. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ നാം കാണുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവനെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഈ ഭൂമിയിൽ പാർക്കുവാൻ നല്ല വീടും സഞ്ചരിക്കുവാൻ നല്ല വാഹനവും ആവശ്യത്തിലധികമായ ബാങ്ക് ബാലൻസ് ഒക്കെ മനുഷ്യരുണ്ട്. പക്ഷേ മനുഷ്യൻ ഈ ലോകത്ത് എന്തെല്ലാം നേടിയാലും ഈ ഉലകം വിട്ട് കടന്നു പോകുമ്പോൾ അവനൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് മനുഷ്യനുണ്ടാകണം. എന്ന് പറഞ്ഞാൽ വളരെ ചങ്കൂറ്റത്തോടും വളരെ ആവേശത്തോടും ഒക്കെ നിന്ന് കുലമ്പുന്ന മനുഷ്യനെ പറ്റി ബൈബിൾ പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം. അവന്റെ മൂക്കിൽ നിന്ന് അവൻ പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് വലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന ഒരു ഭൗതികമായ ശരീരമാണ്. ഇവിടെ ഒത്തിരി തത്വചിന്തകന്മാരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു, ചക്രവർത്തിമാരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെയും ഈ 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുകയാണ്. അലക്സാണ്ടർ മാക്സ്വെൽ എന്നറിയപ്പെടുന്ന ഒരു ശക്തനായിരിക്കുന്ന ചക്രവർത്തി ആർത്തിരമെന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നോക്കി, നീ ഒരു സാമ്രാജ്യമായിരുന്നെങ്കിൽ നിന്നെ ഞാൻ വെട്ടിപ്പിടിക്കുമെന്ന് വളരെ അഹങ്കാര സ്വരത്തോടുകൂടെ വിളിച്ചു പറഞ്ഞ അലക്സാണ്ടർ മരിക്കുമ്പോൾ തന്റെ പരിചാരകനെ അടുത്തു വിളിച്ച് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പണിയുന്ന ശവപ്പെട്ടിക്ക് 2 സൈഡിലും 2 ധാരവെള്ളം, അതിലൂടെ എന്റെ കൈകൾ പുറത്തേക്ക് കിടക്കട്ടെ. അലക്സാണ്ടർ ഒന്നുമില്ലാത്തവനായി ഈ ലോകത്തിൽ വന്നെങ്കിലും തന്റെ ശക്തി കൊണ്ടും സൈന്യത്തിന്റെ ബാഹുല്യം കൊണ്ടും തന്റെ അതേ പ്രതാപം കൊണ്ടും ഒക്കെ അനേക സാമ്രാജ്യങ്ങളെ പിടിച്ചടക്കി. പക്ഷേ അലക്സാണ്ടർ താൻ മരിക്കുവാൻ പോകുന്നു. മരണത്തെ മുഖാമുഖമായി ദർശിക്കുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒന്നുമില്ലാത്തവനായി ഈ ലോകത്ത് വന്നു, ഒന്നുമില്ലാത്തവനായി ഈ ലോകത്തുനിന്ന് കടന്നു പോകുന്നു. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും അവന്റെ തന്റെ ഇടം കൊണ്ടുമൊക്കെ അനേക കാര്യങ്ങൾ അവൻ നേടിയെടുത്തേക്കാം. എന്നാൽ മനുഷ്യന് നിത്യത ഉറപ്പല്ലെങ്കിൽ മനുഷ്യൻ നേടിയെടുത്ത സകലതും മിഥ്യയാണെന്നുള്ളൊരു തിരിച്ചറിവ് മനുഷ്യനുണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മരണത്തിനപ്പുറത്തൊരു മരണാനന്തര ജീവിതമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. ഒരുപക്ഷേ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ പറയും, ഈ ലോകത്തിലെ സുഖമാണ് സുഖം, ഇവിടുത്തെ ജീവിതമാണ് ജീവിതം, ഇവിടെ അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിച്ച് ഇവിടെ കൊണ്ടെല്ലാം കഴിയാമെന്ന് ചിന്തിച്ചെങ്കിൽ നിങ്ങളുടെ ചിന്ത വെറും മിഥ്യയാണ്. ഞങ്ങൾ
വിളിച്ചു പറയട്ടെ, മരണത്തിനപ്പുറത്തൊരു മരണാനന്തര ജീവിതമുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ വളരെ ആധികാരികമായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. എന്താ തെളിവെന്ന് ചോദിച്ചാൽ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇന്നേക്ക് 2025 വർഷങ്ങൾക്കപ്പുറത്ത് വേഷത്തിൽ മനുഷ്യനായി